നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. രാജ്യാന്തര തലത്തിൽ മാധ്യമ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് നൽകി സ്വാധീനിച്ച് സർക്കാരുകളെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ജോർജ് സോറോസിന്റെ ഇന്ത്യയിലെ പ്രതിനിധി ധന്യ രാജേന്ദ്രനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ. ന്യൂസ് മിനിറ്റ് ചീഫ് എഡിറ്ററായ ധന്യ രാജേന്ദ്രൻ നേതൃത്വം നൽകുന്ന DigiPub സംഘടനയിലൂടെയാണ് സോറോസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ ഇന്ത്യയിലെ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് ഫണ്ട് നൽകുന്നത്. DigiPubന്റെ ചെയർപേഴ്സൺ ആണ് ധന്യ രാജേന്ദ്രൻ. ചൈനീസ് ഫണ്ട് കേസിൽ ഉൾപ്പെട്ട ന്യൂസ് ക്ലിക്കും DigiPub അംഗമാണ്. DigiPub സംഘടനയിലെ മറ്റു അംഗങ്ങൾ ഓൾട്ട് ന്യൂസ്, ആർട്ടിക്കിൾ 14, ബൂം ലൈവ്, കോബ്ര പോസ്റ്റ്, HW ന്യൂസ്, ന്യൂസ് ലൗണ്ട്രി, സ്ക്രോൾ, ദ ക്വിറ്റ്, ദ വയർ എന്നിവരാണ് DigiPubലെ മറ്റ് അംഗങ്ങൾ. ഇന്ത്യയിൽ നരേന്ദ്രമോദി സർക്കാരിനെതിരായ CAA വിരുദ്ധ സമരം, കർഷക സമരം, ഖാലിസ്ഥാനി ആക്രമണങ്ങൾ, മാവോയിസ്റ്റ് അതിക്രമങ്ങൾ തുടങ്ങിയവയെ സഹായിക്കുന്ന സമീപനമാണ് DigiPub സ്വീകരിച്ചിട്ടുള്ളത്. അംഗങ്ങളായ സ്ഥാപനങ്ങൾക്ക് വിദേശ സഹായം ലഭ്യമാക്കുന്നതും DigiPub മുഖേനയാണ്. വിദേശ ഫണ്ട് സ്വീകരിച്ച് രാജ്യദ്രോഹ പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന DigiPub മേധാവി എന്ന നിലയിലാണ് ധന്യ രാജേന്ദ്രൻ കേന്ദ്ര ഏജൻസികളുടെ റഡാറിൽ ആയത്. കൊച്ചിയിൽ സംഘടിപ്പിച്ച കട്ടിംഗ് സൗത്ത് മീഡിയ ഫെസ്റ്റിവലിന് വിദേശ ഫണ്ട് ലഭിച്ചിരുന്നതായി മുഖ്യ സംഘാടക കൂടിയായിരുന്ന ധന്യ രാജേന്ദ്രൻ പോലീസിനോട് സമ്മതിച്ചിരുന്നു. വിഘടനവാദ മാധ്യമ സമ്മേളനത്തിൽ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള സെഷൻ കനേഡിയൻ ഹൈക്കമ്മീഷൻ സ്പോൺസർ ചെയ്തിരുന്നുവെന്നും അതിലുള്ള പടം ലഭിച്ചിരുന്നതായും ധന്യ രാജേന്ദ്രനെ ബാംഗ്ലൂർ സെൻട്രൽ പോലീസിനു നൽകിയ മൊഴിയിൽ തുറന്ന് സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. സമ്മേളനത്തിന്റെ മറ്റു ചിലവുകൾ പൂർണ്ണമായും വഹിച്ചത് കേരള മീഡിയ അക്കാദമി ആയിരുന്നുവെന്നും മൊഴിയിൽ പറഞ്ഞത്. കട്ടിംഗ് സൗത്തിന്റെ ലോഗോയിൽ ദക്ഷിണേന്ത്യയെ വേർതിരിച്ച് ചിത്രീകരിച്ചതും സമ്മേളനത്തിനായി വിദേശ ഫണ്ട് സ്വീകരിച്ചതുമാണ് വിവാദമായത്. കട്ടിംഗ് സൗത്തിന്റെ ലോഗോയിൽ ദക്ഷിണേന്ത്യയെ വേർതിരിച്ച് ചിത്രീകരിച്ചതും സമ്മേളനത്തിനായി വിദേശ ഫണ്ട് സ്വീകരിച്ചതുമാണ് വിവാദമായത്. എന്നാൽ കുടുങ്ങുമെന്ന് ഉറപ്പായി കട്ടിംഗ് സൗത്ത് എന്നത് കട്ടിംഗ് എഡ്ജ് എന്നാണ് ഉദ്ദേശിച്ചതെന്നും ഉരുണ്ടു കളിക്കുകയും ചെയ്തിട്ടുണ്ട് ധന്യ രാജേന്ദ്രൻ. പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെ ഒരു സംഘടനയുമായും ബന്ധമില്ല എന്നും ധന്യ രാജേന്ദ്രൻ മൊഴി നൽകിയിരുന്നു. ഇന്ത്യയെ തകർക്കാൻ വേണ്ടി പരമാവധി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ജോർജ് സോറോസ് എന്ന ശതകോടീശ്വരൻ. നേരത്തെ അദാനിയുടെ പേരിൽ ഉണ്ടായിരുന്ന തെറ്റായ ആരോപണങ്ങൾക്ക് പുറകിൽ ജോർജ് സോറോസിന്റെ കൈകളായിരുന്നു. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുകയും ഇന്ത്യയെ ശിഥിലമാക്കുകയും ചെയ്യുക എന്നതാണ് സോറോസിന്റെ പ്രധാന ഉദ്ദേശങ്ങളിൽ ഒന്ന്. ഈ പദ്ധതിയിൽ ഇന്ത്യയിലെ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട പല മാധ്യമ പ്രവർത്തകർക്കും വലിയ പങ്കാണുള്ളത്. IB അന്വേഷണത്തോടെ ഇവരുടെ പങ്ക് പുറത്തു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.